നമസ്കാരം. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പലപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളില് ആകർഷണ നിയമം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആഗ്രഹങ്ങളൊക്കെ നേടാമോ, എന്താഗ്രഹവും നേടാമോ എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ആഗ്രഹങ്ങളൊക്കെ നേടുന്നതിന് തടസ്സം നിൽക്കുന്ന നമ്മുടെ നിത്യജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ വന്ന് മറ്റൊരാളോട് ചോദിക്കുമ്പോൾ ഒക്കെ നീ ഇങ്ങനെ എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ടായിരിക്കും, അതൊക്കെ വിട്ടേക്ക്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്ക്, പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നൊക്കെ നമ്മൾ തിരിച്ചു പറയൂ അല്ലേ. ഇത് പറയുന്നവർക്ക് ദാ ഒരു സെക്കൻഡിൽ കഴിഞ്ഞു, ആ ഒരു വാക്കേ ഉള്ളൂ. പക്ഷെ കേൾക്കുന്നവർക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നോ പെയിൻ നോ ഗെയിൻ എന്നല്ലേ, കുറച്ച് കഷ്ടപ്പാടൊക്കെ എടുത്താൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ തടസ്സങ്ങളെല്ലാം നമുക്ക് മറികടന്ന് പിന്നെയുള്ള നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് സ്വർഗതുല്യമായിരിക്കും. അത്രയും സന്തോഷവും സമാധാനവും നിറഞ്ഞിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ എന്തൊക്കെയാണ് ആ 5 തടസ്സങ്ങളെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തേതാണ് എപ്പോഴും നമ്മുടെ കയ്യിൽ നമ്മൾ കരുതുന്ന ഈ പറയുന്ന ഫോൺ തന്നെ. ഫോൺ മാത്രമല്ല, അതായത് എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകളും, അതിൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, ചില ഗെയിം ആണെങ്കിൽ ആ ഗെയിമിന് അഡിക്റ്റ് ആയിട്ട് പോകുന്ന ആളുകളുണ്ട്. റീൽസ് കണ്ട് വെറുതെ ടൈം കളഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെറിയ കുട്ടികളെ പറയും, ഫോൺ എടുത്ത് വെക്കുക, കുറെ നേരമായി ഫോണിൽ കളിക്കുന്നു, ഫോൺ എടുത്ത് വെക്കുക എന്നൊക്കെ ചെറിയ കുട്ടികളുടെ അടുത്ത് പറയും. നമ്മളുടെ അടുത്ത് പറയാനായിട്ട് അതിനേക്കാളും മുതിർന്ന ആളുകൾ ഇല്ലാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം. നമ്മൾ മോശമൊന്നും അല്ല. സമയം കിട്ടിക്കഴിഞ്ഞാൽ യൂട്യൂബോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ എത്ര സമയം നമ്മൾ കാണുന്നു എന്നുള്ളതല്ല, എന്ത് കാണുന്നു, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കാര്യമുണ്ടോ? ഇപ്പൊ നമ്മൾ കുറെ റീൽസ് ഒക്കെ കണ്ട് ഇങ്ങനെ നമ്മുടെ ടൈം പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം കിട്ടുന്നതാണോ? അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും അതിനകത്ത് നെഗറ്റീവ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ, ഇതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ വന്ന് പതിഞ്ഞു കിടക്കും. അപ്പോൾ ഇതൊക്കെയും നമ്മുടെ ആകർഷണ നിയമം ഉപയോഗിച്ചാലും അതിൻ്റെ ഏത് ടെക്നിക്ക് അപ്ലൈ ചെയ്താലും റിസൾട്ട് കിട്ടുന്നതിന് ഡിലേ ചെയ്യുകയോ ചിലപ്പോൾ നമുക്ക് ഫലം കിട്ടാതെ പോകുന്നതിനോ കാരണമായിരിക്കും ഏതാണ്? അമിതമായിട്ടുള്ള നമ്മുടെ ഫോൺ ഉപയോഗം തന്നെ. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധി നേടിയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആളുകളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഫോണോ അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇതൊക്കെ മാനേജ് ചെയ്യാൻ തന്നെ ചിലപ്പോൾ സാലറി കൊടുത്ത ഒരാളെ നിർത്തിയിട്ടുണ്ടായിരിക്കും. കാരണം അവർക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവരുടെ ജീവിതം മുമ്പോട്ട് പോവുകയോ പണം നേടിയെടുക്കാൻ സാധിക്കുകയോ ചെയ്യില്ല എന്ന് അവർക്ക് തന്നെ അറിയാം അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മളൊരു റെസ്ട്രിക്ഷൻ വരുത്തണം. ഒന്നും ഉപയോഗിക്കരുത് എന്നുള്ളതല്ല, നമുക്ക് ആവശ്യമുള്ള സാധനം തന്നെയാണ്. ഇത് കൂടാതെ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ടൈം അതിനായിട്ട് വെക്കുക. പ്രത്യേകിച്ചും രാത്രി ഉറങ്ങാൻ പോകുന്ന സമയം എപ്പോഴാണോ അതിനൊരു അരമണിക്കൂർ മുമ്പ് നിർബന്ധമായിട്ടും നമ്മൾ ഈ പറയുന്ന ഒരു ബ്ലൂ ലൈറ്റ് എന്ന് പറയില്ലേ, അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണിന്റെ ആ ഒരു സ്ക്രീൻ ടൈം നമ്മൾ മാറ്റി വെച്ചേ പറ്റൂ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ്. ഇനി എന്താ രണ്ടാമത്തെ കാര്യം എന്നല്ലേ? രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് സന്തോഷമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ നിങ്ങൾ ആദ്യം ഷെയർ ചെയ്യുന്ന ആരുടെ അടുത്തായിരിക്കും? മിക്കവാറും നിങ്ങൾ ഫ്രണ്ട്സിന്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്തോ അല്ലെങ്കിൽ ഹസ്ബൻഡ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലെ ഏറ്റവും അടുത്തുള്ള ആളുകളുടെ അടുത്തൊക്കെ ആയിരിക്കും നമ്മൾ പറയുക അല്ലെ. കൂടുതലും ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ആയിരിക്കും. ഈ ഫ്രണ്ട്സ് എല്ലാത്തിനും നല്ലതാണെന്ന് കണ്ണും അടച്ച് വിശ്വസിക്കുന്നവർക്കും കൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അത് അത്ര നല്ല കാര്യമൊന്നും അല്ല. നമുക്ക് എല്ലാം വേണം, പക്ഷെ ഒന്നും കണ്ണും പൂട്ടി നമ്മൾ അങ്ങോട്ട് അതിലേക്ക് പോവാതിരിക്കുക. അപ്പൊ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ പറയുമ്പോൾ ചിലർ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവും, അതൊന്നും നടക്കാൻ പോണില്ല, അതൊന്നും ശരിയാവില്ല, നീ വിചാരിക്കണ പോലെ അത്ര ഈസി ഒന്നും അല്ല, അതൊക്കെ വേണം, ഒന്നോട് ആലോചിച്ചിട്ടൊക്കെ മതി എന്ന് പറഞ്ഞ് നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ചില ഫ്രണ്ട്സ് എങ്ങനെയാന്ന് വെച്ചാൽ അവരുടെ ആഗ്രഹം തന്നെ മറ്റുള്ളവരെ കെട്ടിയേൽപ്പിക്കും. തിരിച്ച് മറുത്തെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടില്ല. പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പോകുമല്ലോ എന്ന് പേടിച്ചുകൊണ്ട് അവർ പറയുന്നതെല്ലാം ഇവരനുസരിക്കാൻ വിധേയരായി തീരും.
ഇതൊക്കെ ഹൈലി നെഗറ്റീവാണ് സൃഷ്ടിക്കുന്നത്. ഇത് നമ്മളുടെ മനസ്സിലും നമ്മുടെ ചുറ്റുപാടും നെഗറ്റീവ് ചിന്തകൾ വളരാനും ഒക്കെ കാരണമാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്താ ചെയ്യാന്നല്ലേ ഇവിടെ ഞാൻ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം തോന്നും. അതായത് ആ നെഗറ്റീവ് പീപ്പിളിനെ ജീവിതത്തിൽ നിന്ന് തന്നെ നിങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ. നിങ്ങൾക്ക് ആഗ്രഹം നേടണോ, നിങ്ങളുടെ മനസ്സിലുള്ള ലക്ഷ്യം നിങ്ങൾക്ക് നേടണോ, ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അങ്ങനെയുള്ള ആളുകളെ അവരുടെ പേര് വെട്ടുക, അത് റിമൂവ് ചെയ്യുക. അപ്പൊ ഇതൊക്കെ ഇപ്പൊ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കണ്ടാവും പറയാൻ ഭയങ്കര എളുപ്പം നിങ്ങൾക്ക് അങ്ങോട്ട് അവരെ അങ്ങ് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഒഴിവാക്കാൻ പറ്റുന്നതല്ല എന്ന് പറയുന്ന ആളുകളാണ് എങ്കിൽ അതിനകത്ത് ഞാൻ ഒരു കാര്യം കൂടി പറയാം. റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ പെർമനന്റ്ലി നിങ്ങളുടെ കൺമുമ്പിൽ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളതല്ല അർത്ഥം. അവര് പോലും അറിയാതെ നിങ്ങൾക്ക് അവരെ ഒഴിവാക്കാൻ പറ്റും. എങ്ങനെ? അവരുടെ തോട്ട് പ്രോസസ്, അവരുടെ വാക്കുകൾ, അവരുടെ ചിന്തകൾ നിങ്ങളെ സ്വാധീനിക്കുന്നത്, അവർ പറയുന്നതെല്ലാം നിങ്ങൾ അനുസരിക്കുന്നുണ്ട് എന്ന ധാരണ, ഇതൊക്കെ നിങ്ങൾക്ക് നീക്കം ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള ആളുകളെ നീക്കം ചെയ്യുക എന്ന് പറയണേ. ഇത് ചിലപ്പോൾ ഹസ്ബൻഡ് ആയിരിക്കാം, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരിക്കാം, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. അങ്ങനെയൊക്കെയുള്ളവരാകുമ്പോൾ ഡിഫിക്കൽട്ടാണ്, എന്നും കാണേണ്ട ആളുകളാണ്. ഇവരെ കാണാതെ നമുക്ക് ഇരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മൾ ആ സ്ഥലം മാറി പോകുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല, അവരെ നീക്കം ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ പറയുന്ന വാക്കുകൾ നിങ്ങൾക്കറിയാം, ഇത് നെഗറ്റീവാണ്, സോ ഇതെനിക്ക് വേണ്ട, ക്യാൻസൽ, ഇതെനിക്ക് ആവശ്യമില്ലാത്തതാണ്, നിങ്ങളുടെ മനസ്സിൽ തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ അവർ പറയണ കേട്ടിട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ അതങ്ങ് വിട്ടുകളയുക. പക്ഷെ നിങ്ങൾ നിങ്ങളുടേതായ ഇഷ്ടങ്ങളാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർ അഭിപ്രായം പറച്ചിൽ നിർത്തും നിങ്ങളോടുള്ളത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടെന്ന് അവരും മനസ്സിലാക്കും. അവരുടെ ഇഷ്ടങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾക്കും മാത്രമല്ല നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ്. സെൽഫ് ലവ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ കൊടുക്കുന്നത് എന്നൊക്കെ ഈ കൂട്ടർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പതിയെ അവർ നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവം, അവരുടെ ആഗ്രഹങ്ങൾ നിങ്ങളെ കൊണ്ട് നടപ്പിലാക്കുന്ന ആ ഒരു വാശി, ഇതെല്ലാം തനിയെ ഇല്ലാതെയാകും. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടാമത്തെ അപ്പൊ മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർ പറയുന്നെല്ലാം നമ്മുടെ മനസ്സിലേക്ക് എടുക്കുന്നു. അവരെ വേദനിപ്പിച്ചിട്ട് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഇതായിരുന്നു മിസ്റ്റേക്ക്. ആ മിസ്റ്റേക്കിനെ ഈ രീതിയിൽ നിങ്ങൾ തിരുത്തുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് രാത്രി വൈകി ഉറങ്ങുന്ന ശീലം, ലേറ്റ് സ്ലീപ്പ് ഹാബിറ്റ് എന്ന് പറയും. അപ്പൊ ഈ ഒരു കാര്യം എങ്ങനെയാണ് ആകർഷണ നിയമത്തെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ആകർഷണ നിയമം പ്രവർത്തിക്കുന്നത് എനർജിയിലൂടെയാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ല എനർജി വേണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഹെൽത്തി ആയിരിക്കണം. എല്ലാ അവയവങ്ങൾക്കും ഒരു റെസ്റ്റ് ടൈം ആവശ്യമാണെന്നൊക്കെ നമുക്കറിയാം. പകല് മുഴുവൻ നമ്മൾ അതിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, രാത്രി നമ്മൾ ഓരോ അവയവത്തോടും റെസ്റ്റ് എടുത്തോളാൻ പറയുന്നതും ഒരു സെൽഫ് റെസ്പെക്റ്റും ഒരു സെൽഫ് ലവിന്റെയും ഭാഗം തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമാണ് നമ്മുടെ ഉറക്കമെന്നും. അപ്പോൾ ഇവിടെ പലരും ചിലപ്പോൾ പറയാൻ വരുന്ന കാര്യം ഇതായിരിക്കും, ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പോയി കിടക്കും, പക്ഷെ ഉറക്കം വരണ്ടേ. ഇത് 1-2 ദിവസം ചെയ്തു കഴിയുമ്പോൾ നിങ്ങളെന്ന് വെച്ചാൽ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനോട് പറഞ്ഞ് എന്താ പറയണേ, ഇതാണ് സത്യമെന്ന് അക്സെപ്റ്റ് ചെയ്യിക്കുകയാണ്. ഇതാണ് നമ്മുടെ മിസ്റ്റേക്ക്. ഞാൻ അങ്ങനെ നേരത്തെ ഒന്നും കിടന്നാൽ ഉറങ്ങൂല, ഇതാ നമ്മളോട് തന്നെ പറയുന്നത്. ഞാൻ അങ്ങനെയൊക്കെ കിടന്ന് നോക്കിയിട്ടുണ്ട്, എനിക്ക് അങ്ങനെയൊന്നും നേരത്തെ ഉറങ്ങാൻ പറ്റില്ല. എത്രയോ തവണ ഞാൻ 10 മണിക്കൊക്കെ കിടന്നിട്ടുണ്ട്, പക്ഷെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, എനിക്ക് ഉറക്കം വരില്ല. എനിക്ക് ആ ഒരു 11 മണി 12 മണിക്ക് ആവുമ്പോഴേ എനിക്ക് ഉറക്കം വരുള്ളൂ. ഇതിങ്ങനെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 12 മണിക്ക് ഉറക്കം വരുള്ളൂ. അപ്പോൾ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ശരീരം ബയോളജിക്കൽ ക്ലോക്കായിട്ട് പ്രവർത്തിക്കുകയാണ്. 2-3 ദിവസം നമ്മൾ പറയുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അത് പോകാൻ ശ്രമിക്കും, പക്ഷെ കൈവിടരുത്. തിരിച്ച് നമ്മുടെ തന്നെ ആഗ്രഹത്തിലേക്ക് നമ്മൾ തന്നെ പറഞ്ഞ് അനുസരിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ശരീരം അതിനോട് എന്താ പറയുക പൊരുത്തപ്പെട്ട് വരും. ഉറപ്പായിട്ടും ആ ടൈമിൽ നമുക്ക് ഉറക്കം കിട്ടും. ഇനി മറ്റൊരു വീഡിയോ നല്ല ഉറക്കം കിട്ടാനായിട്ടുള്ള ടിപ്സുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം, അതൊക്കെ നമുക്ക് നോക്കാം. എപ്പോഴും ഈ പറയുന്ന ഉറക്ക ഗുളിക കഴിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഉറങ്ങാൻ വേണ്ടിയിട്ട്. അത് ഉറക്കം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മനസ്സിനും അതുപോലെ നമ്മുടെ ശരീരത്തിനും എന്തിനും നമ്മുടെ ബ്രെയിനിന്റെ ആരോഗ്യത്തിന് പോലും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, റീൽസ് കാണുന്ന ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആവുന്നത്, ഗെയിമിന് അഡിക്റ്റ് ആവുന്ന ഒക്കെ കുട്ടികളുടെ നല്ല വലിയ ആളുകളുടെ പോലും തലച്ചോറ് ഓരോ ദിവസവും മുരടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർമ്മശക്തി കുറയും. അപ്പൊ
അതിനെന്തെങ്കിലും പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ വേണം. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഈ ഓർമ്മ നിലനിർത്തണമെങ്കിൽ നമ്മൾ അതിനെന്തെങ്കിലും ചിന്തിക്കാനുള്ള കാര്യങ്ങൾ കൊടുക്കണം. എന്ത് ചിന്തിക്കാനുള്ളത്? വേണ്ടാത്തൊക്കെ ചിന്തിക്കാൻ നമുക്ക് ഒരുപാട് സമയമുണ്ടല്ലോ, ചിന്തിപ്പിക്കുന്നുണ്ടല്ലോ. അത് ചിന്തിപ്പിക്കുമ്പോൾ അത് പെട്ടെന്ന് ടയേർഡാകും, അതിന് ക്ഷീണം തോന്നും, തളർച്ച തോന്നും. അപ്പൊ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ എടുത്തിട്ട് കൊടുക്കുക. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേക്കും നമ്മുടെ ബ്രെയിനിന് ആയുസ് കൂടും, നമ്മുടെ മാനസിക ആരോഗ്യം കൂടും, നമ്മുടെ ശരീരം നല്ല രീതിയിൽ എനർജി ഫ്ലോ, അതായത് നല്ല എനർജിയെ സ്വീകരിക്കാൻ പാകത്തിന് നമ്മുടെ ശരീരം ഓക്കെ ആകും. അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നവർ ഇന്ന് തന്നെ ആ ഒരു ശീലം മാറ്റിയിട്ട് നിങ്ങൾ നേരത്തെ കിടന്നുറങ്ങുന്ന ഒരു ശീലത്തിലേക്ക് വരിക. ഇത് സെൽഫ് ലവിന്റെ ഭാഗമാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവവും, ഏതെങ്കിലും ഓരോ അവയവം നമ്മളോട് പിണങ്ങിയാലത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഹൃദയം, നാളെ തുടങ്ങി ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നില്ല, എന്നെ ഇട്ട് ഇങ്ങനെ കണ്ടമാനിട്ട് നിങ്ങൾ പണിയെടുപ്പിക്കുക, ഇന്ന് ഞാൻ ഒരു ദിവസം നിങ്ങളോട് പിണങ്ങുക. ഒരു ദിവസം എന്തിന്? ഒരു 1-2 മിനിറ്റ് നമ്മുടെ ഹൃദയം നമ്മളോടൊന്ന് പിണങ്ങിയാലത്തെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. ഇതുപോലെ ഓരോ അവയവവും. അപ്പൊ അവരൊക്കെ അവരുടെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച്, നമുക്ക് വേണ്ടിയിട്ടല്ലേ അവർ പ്രവർത്തിക്കുന്നത്, ആ ഒരു റെസ്പെക്റ്റ് തിരിച്ചും കൊടുക്കാം. ഓക്കെ, അത് ആകർഷണ നിയമത്തിനും സഹായിക്കും. അപ്പൊ 3 കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു അല്ലെ. ഇനി 4ാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, പലരും എന്താ പറയണേ, നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആവണമെന്ന് പറയും, ശുഭാപ്തി വിശ്വാസമുള്ളവരാവണമെന്ന് പറയും. അതില്ലെങ്കിലും പോട്ടെ, ഈ പറയുന്ന ഒന്നും നടക്കില്ല, എനിക്കിതിലൊന്നും വിശ്വാസമില്ല, ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാണ്, വെട്ടിപ്പാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കലാണ് 4ാമത്തെ മിസ്റ്റേക്ക്. അതിനോടൊപ്പം തന്നെ ഞാൻ 5ാമത്തെ പോയിന്റും കൂടെ പറയാം. നോ പേഷ്യൻസ്, ക്ഷമയില്ല. ഈ ക്ഷമയില്ലായ്മയും വിശ്വാസവും തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്നൊരു കാര്യം പ്രാക്ടീസ് ചെയ്തു, 2 ദിവസമൊക്കെ നോക്കും, ചിലപ്പോൾ 7 ദിവസം പ്രാക്ടീസ് ചെയ്യാനായിരിക്കും പറഞ്ഞിരിക്കുന്നത്, 2-3 ദിവസമൊക്കെ നോക്കും, വേണ്ട പോട്ടെ 7 ദിവസം നോക്കും. ആ 7 ദിവസം നോക്കണത് എനിക്ക് ഓരോ ദിവസവും റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതിലാ ഫോക്കസ് ചെയ്യുന്ന പ്രവൃത്തിയിലല്ല. ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് റിസൾട്ട് എന്നുള്ളതിൽ മാത്രം നമ്മൾ ലക്ഷ്യമിടുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ആകർഷണ നിയമം അനുസരിച്ച് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടും, അതിനോടുള്ള പ്രതീക്ഷ കുറയും. ഈ പ്രതീക്ഷ കുറയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും നെഗറ്റീവ് ആകും. കാരണം ആ ക്ഷമയില്ലാത്തതാണ് ഈ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണം. ഇന്ന് ചെയ്താൽ നാളെ റിസൾട്ട് കിട്ടണം. അങ്ങനെ കിട്ടുന്ന എന്ത് കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ? എന്തിനും, ഒരു വെയിറ്റ് ലോസ് ആണെങ്കിലും ശരി, ഒരു ഹെയർ ഗ്രോത്ത് ആണെങ്കിലും ശരി, എന്തിന് ഒരു കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ നാളെ എനിക്ക് കോഴ്സ് പാസ്സാവണം, സർട്ടിഫിക്കറ്റ് കിട്ടണം എന്ന് വെച്ചാൽ അതിനുമുണ്ട് ഇത്ര ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഒരു ഭക്ഷണം പാചകം ചെയ്യാനായിട്ട്, ഒരു ചായ വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം നമ്മൾ തിളപ്പിക്കുകയാണെങ്കിൽ ആ വെള്ളം അടുപ്പത്തേക്ക് വെക്കുന്ന വഴിയെ തന്നെ ചായ കിട്ടണം എന്ന് വെച്ചാൽ നടക്കും. അതിനും തിളയ്ക്കാനായിട്ടൊരു ടൈമുണ്ട്. അപ്പൊ എന്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ആ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നതിനോടൊപ്പം വിശ്വാസം എന്ന് പറയുന്നത് ഇതെല്ലാം എനിക്ക് നടന്നിരിക്കും, 100% ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നിലേക്ക് നടന്നിരിക്കും. പിന്നെ അതിനോടൊപ്പം നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന ഒരു ശീലം കൂടി നമ്മളങ്ങ് മാറ്റിയേക്കാം. പലരും ഉണ്ട്, അഭിപ്രായങ്ങൾ പറയാം, അത് പറഞ്ഞോട്ടെ, പക്ഷെ ഫൈനൽ ഡിസിഷൻ അവരുടേതാണ്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രകാരം ആയിരിക്കണം എന്നില്ല. അവർക്കും അവരുടേതായ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഉണ്ട്, അവരതനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന 5 കാര്യങ്ങൾ, അപ്പോൾ ഒന്നുകൂടി പറയാം ഏതൊക്കെയായിരുന്നു 5 കാര്യങ്ങൾ എന്നുള്ളത്. ഒന്നാമത്തത്, നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ മൊബൈൽ ഫോണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു പർട്ടിക്കുലർ ടൈമിൽ കൂടുതൽ നമ്മളത് ഉപയോഗിക്കുന്നത്. കാരണം അതിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അല്ല, നമുക്ക് സെർച്ച് ചെയ്തിട്ട്, ഇപ്പം ഞാനൊക്കെ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് സെർച്ച് ചെയ്യുന്നോ അതുമായിട്ടുള്ള റിലേറ്റഡ് ടോപ്പിക്കുകൾ താഴെ വരും അല്ലെ. ഇപ്പൊ ഹെൽത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട്, പല ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങൾ, ലോ ഓഫ് അട്രാക്ഷൻ ബേസ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ നോക്കാറുണ്ട്. അപ്പൊ അതിന്റെ കുറേ വരും. ഇതൊക്കെ നമ്മൾ ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ ടൈം അതിന്റെ മുമ്പിൽ, ഇപ്പൊ ഞാൻ ഈ ടോപ്പിക്ക് എടുക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നതല്ല, ഞാൻ അങ്ങനെയാണ്, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പൊ അതുമായിട്ടുള്ള കാര്യങ്ങൾ വരും. ഇല്ലെങ്കിൽ സെൽഫ് ലവിന്റെ ഭാഗമായിട്ട് എനിക്ക് ഇഷ്ടമാണ് യങ് ആയിട്ടിരിക്കുന്ന ഹെയർ ടിപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും ഇരിക്കാനായിട്ട്. അപ്പൊ അതുമായിട്ടുള്ള കാര്യങ്ങൾ വരും. ഇതൊക്കെയും എന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളായിരിക്കണം എന്നേ ഉള്ളൂ. നിങ്ങൾ എത്ര സമയം കാണുന്നു എന്നുള്ളതല്ല, കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അതുപോലെ 2ാമത്തെ കാര്യം എന്ന് പറയുന്നത്,
നമ്മൾ ലേറ്റായിട്ട് ഉറങ്ങുന്ന ശീലം ഉണ്ടെങ്കിൽ അത് മാറ്റണം. നെഗറ്റീവ് പീപ്പിളിന്റെ സ്വാധീനം കുറയ്ക്കുക. സ്വാധീനം നിങ്ങൾക്കാണ്, കാരണം നിങ്ങളിലേക്ക് അതിന്റെ സ്വാധീനം എത്തണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാലേ പറ്റുള്ളൂ. നെഗറ്റീവ് പീപ്പിൾ ചുറ്റിനും ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അവരെ മുഴുവൻ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റുന്നില്ല. അവരുണ്ടായിക്കോട്ടെ, അവർ പറഞ്ഞോട്ടെ, പറയുന്ന ഞാൻ വിലക്ക് എടുക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അത് ഈ മനസ്സിന്റെ അപ്പുറത്തേക്ക്, അതായത് ഞാനൊരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് ഒരു നെഗറ്റീവ് പീപ്പിളിനും എൻ്റെ മനസ്സിലേക്ക് സ്ഥാനമില്ല എന്ന് നിങ്ങൾ ഒരു തീരുമാനം എടുത്താൽ നീക്കം ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ അവരെ കാണുമ്പോൾ മുഖം വീർപ്പിച്ച് നടക്കണമെന്നോ ഞാനും തുടങ്ങി നിന്നോട് മിണ്ടില്ല എന്നോ ഒന്നുമല്ല. അപ്പോൾ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നത് ഇത്. അതുപോലെ തന്നെയാണ് വിശ്വാസമില്ലായ്മ, അതുപോലെ ക്ഷമയില്ലായ്മ. ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇന്ന് തുടങ്ങി ഒന്ന് നീക്കം ചെയ്തു നോക്കൂ. ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഗ്രാജ്വലി നിങ്ങളുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരും. അതിന് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തരികയും ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്